ഇനി നമുക്ക് നോക്കാനുള്ളത് റാഇനെ കുറിച്ചാണ്. റാ 3 വിധത്തിൽ നമുക്കിവിടെ കാണാം. റാ മുദ്ഗമ, റാ മജ്മുഅ അല്ലെങ്കിൽ മൽഫൂഫ എന്ന് പറയും. മൂന്നാമത്തെ റാ മുർസല. ഈ റാ മുർസലയായിരിക്കും നമ്മൾ കൂടുതലും കണ്ടിട്ടുണ്ടാവുക. ഇങ്ങനെ 3 റാഇനെ നമുക്ക് ഇന്ന് പരിചയപ്പെടാനുണ്ട്. ഇതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ ഖദറുകൾ എത്രയുണ്ട് എന്ന് നോക്കാം. ഇത് നേരത്തെ നമ്മൾ നൂന് പറഞ്ഞിരുന്നു. ആ നൂനിനോട് സമാനമായ രൂപം തന്നെയാണ് ഈ റാഇനുള്ളത്. നൂനിൻ്റെ ഇവിടെ ജസ്റ്റ് നമ്മൾ കുറേ വിടർത്തിയിട്ടാണ് അതിൻ്റെ ഏകദേശം ഈ ഒരു രൂപത്തിലാണ് നമ്മൾ നൂനിന് കൊടുത്തിരുന്നത് എങ്കിൽ ഇതിൻ്റെ ഇവിടെ ഇത്ര വിശാലത ഇല്ല. ഈ റാഇന് കുറഞ്ഞ രീതിയിലുള്ള കർവേ ഇവിടെ ഉള്ളൂ, ഒരു കോൺ രൂപത്തിൽ. പക്ഷേ നൂനിന് അത് വളരെ വിശാലമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത്ര ജസ്റ്റ് വ്യത്യാസമേ ഇതിൽ നൂനും റാവും തമ്മിലുള്ളൂ. പിന്നെ ഉള്ളത് റാ മജ്മുഅ. ഇത് ഏകദേശം നൂനിനോട് സമാനമാണ്. നമ്മൾ നൂന് എഴുതിയപ്പോൾ ശ്രദ്ധിച്ചിരുന്നുവല്ലോ, ചെറിയൊരു അലിഫും പിന്നീട് നമുക്ക് വേണ്ടി വന്നത് ലാമിൻ്റെ അവസാനവുമായിരുന്നു നമുക്ക് വേണ്ടി വന്നിരുന്നത്. അത് തന്നെയാണ് ഏകദേശം ഇവിടെ വരുന്നത്. 1, 2, 3, 4. അവിടെ നമുക്ക് 5 നുക്തയായിരുന്നു ആവശ്യമെങ്കിൽ ഇവിടെ നമുക്ക് 4 നുക്തയാണ് ഇതിൻ്റെ ഉള്ളളവിന് ആവശ്യമായി വരുന്നത്. മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 5.25 നുക്തയാണ് ഈ റാഇൻ്റെ മൊത്തം ഹൈറ്റ് വരുന്നത്. ഈ ചെറിയ അലിഫിൻ്റെ ഖദർ വരുന്നത് 1, 2, 2.5 ഖദറാണ് അലിഫിൻ്റെ ഖദർ എന്ന് പറയുന്നത്. പിന്നെ ഈ പാദത്തിൽ നിന്നും അതിൻ്റെ ആ അലിഫിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 2 നുക്തയാണ്. ഇങ്ങനെയാണ് റാ മജ്മുഇൻ്റെ രൂപം എന്ന് പറയുന്നത്. പിന്നെ റാ മുർസല വരുന്നതും ചെറിയ അലിഫോട് കൂടിയിട്ട് പിന്നീട് നമ്മൾ വാവ് എഴുതിയ പോലെയുള്ള ഒരു വാൽ ഇതിന് വരുന്നുണ്ട്. ഇതിൻ്റെ ഖദർ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6. അതേ വാവിന് നമ്മൾ എത്രയാണോ ഖദർ കൊടുത്തത് അതേ അളവ് തന്നെയാണ്. അപ്പോൾ ഈ ലെറ്ററൊക്കെ എഴുതാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം മുമ്പ് നമ്മൾ പഠിച്ച അതേ ലെറ്ററുകളോട് സമാനത പുലർത്തുന്ന ലെറ്ററുകളാണിവ. ഇത് പാദത്തിൽ നിന്നും ഏകദേശം 1, 2, 2.5 ഖദർ ഹൈറ്റിലാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഈ അലിഫിൻ്റെ അറ്റം വരുന്നത് അവിടെ മുതൽക്കാണ് നമുക്കിത് വാല് ചെരിച്ച് എഴുതാനുള്ളത്. ഇത്രയുമാണ് ഇതിൻ്റെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ഇത് എഴുതുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചെറിയ അലിഫ് എഴുതുന്നു ആദ്യം. അതിനുശേഷം നമ്മൾ ആ വാല് എഴുതി തുടങ്ങുന്നു. അത് ജസ്റ്റ് അലിഫിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അവിടുന്ന് ജസ്റ്റ് താഴോട്ട് ഇടത് ഭാഗത്തോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എത്തിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 2 രൂപവും നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തേത് ഇത് ഈ ബോർഡർ വരച്ചിട്ട് അത് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ കലം ചെരിച്ച് കൊണ്ടുവന്നിട്ട് അത് ഫില്ല് ചെയ്യാവുന്നതാണ്. കലം ഇതാ ഇവിടുന്ന് ചെരിക്കലും വലിക്കലും ഒപ്പം ആകുക.
ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഹില്യ പൂർത്തീകരിക്കാനാണുള്ളത്. ഈ ഹില്യ ഇതാ താഴോട്ട് ജസ്റ്റ് വലിക്കുന്നു, അവിടെ ജസ്റ്റ് ഈ മുന വെച്ചിട്ട് പൂർത്തിയാക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ റാ എഴുതുന്നത്. ഇപ്പോൾ അത് ഒരു റാ പൂർത്തിയായിട്ടുണ്ട്. ഇനി അടുത്ത റാ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ചെറിയ അലിഫ് എഴുതുന്നു. നൂനിന് എഴുതിയ പോലെ തന്നെ അതിനെ കൂട്ടി ഇങ്ങനെ കൊണ്ടുവരുന്നു. ഒരു ചെറിയ വൃത്താകൃതിയിലുള്ള രൂപത്തിൽ. ഇനി അത് ഈ കർവ് പൂർത്തീകരിക്കുന്നു. ഇനി ഹില്യ പൂർത്തീകരിക്കുന്നു. ഇങ്ങനെയാണ് മറ്റൊരു റാ എന്ന് പറയുന്നത്. ഇനി അടുത്ത റാ നമ്മൾ നേരത്തെ നൂൻ എഴുതിയ പോലെ തന്നെയാണ്. ഇത് നമ്മൾ തുടങ്ങുന്നത് ഏകദേശം 90 ഡിഗ്രിയിൽ തന്നെ കലം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ജസ്റ്റ് ഇടതുഭാഗത്തേക്ക് ഉയർന്ന് വളഞ്ഞു വരുന്ന രീതിയിൽ, പിന്നെ താഴ്ന്നു വരുന്നു. കലം പതിയെ താഴ്ത്തുന്നു. പിന്നീട് ഈ കർവ് പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എത്തുമ്പോൾ ചെയ്യാവുന്ന രീതി എന്ന് പറയുന്നത്, ഈ കലം ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇനി അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ തുടങ്ങാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. അതല്ല, ഇതിൻ്റെ അവസാനം ഇവിടം വരെ വന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് ഈ ഇടതുഭാഗം ഉണ്ടല്ലോ, കലമിൻ്റെ ഇടതുഭാഗം പൊക്കി പിടിച്ചിട്ട് ഈ കൂർപ്പിലൂടെ മാത്രം സഞ്ചരിച്ച് ഇങ്ങനെ എഴുതുന്നവരുമുണ്ട്. എന്നിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ഇങ്ങനെയും ചെയ്യുന്നവർ ഉണ്ട്. ഇവിടെ എങ്ങനെയും ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്യുന്ന രൂപം അങ്ങനെയല്ല എന്ന് മാത്രം. ഇതാണ് റാഇൻ്റെ 3 രൂപങ്ങൾ. ഇനി അടുത്തത് നമുക്ക് നോക്കാം.